നിങ്ങൾ അളക്കണം. ഇവർ പറയുന്ന മതം ഏതാണ് നമുക്കറിയുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഈ ആശയത്തിൽ ജീവിച്ച് മരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അവർക്ക് മുജാഹിദാവാം, ഒരു കുഴപ്പമില്ല. ഓന് മുജാഹിദാകാം, ജമാഅത്താകാം, ഖാദിയാനിയാകാം, എല്ലാം ആകാം. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് മുജാഹിദ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങൾ മുജാഹിദാകുകയോ ഖാദിയാനിയാകുകയോ എന്താ ചൈക്കോളി. ഇത് പറയാനാണ് നമ്മുടെ പ്രവർത്തകർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, ചിന്തിക്കണം. കഴിഞ്ഞില്ല. മുസ്ലിങ്ങളെ മൊത്തവും മുശ്രിക്കും കാഫിറുമാക്കുന്ന ഈ സമ്പ്രദായം നിങ്ങൾക്കറിയോ? മുജാഹിദ് മൗലവി പ്രസംഗിക്കുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. സുന്നി മദ്രസയിലേക്ക് സുന്നി കുട്ടികൾ പഠിക്കുന്ന മദ്രസയിലേക്ക് നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കാൻ പാടില്ല. അങ്ങനെ സുന്നി ഉസ്താദുമാരുടെ അരികിലേക്ക് വല്ല ആളുകളും ഉസ്താദുമാരുടെ അരികിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചാൽ ആ കുട്ടികളുടെ കഴുത്ത് ഞെരണ്ടി അവരെ കൊല്ലലാണ് നിങ്ങൾക്ക് നല്ലത്. എങ്ങനെയുണ്ട്? സുന്നി മദ്രസയിലേക്ക് പോകുന്ന ചെറിയ പിഞ്ചു പൈതങ്ങളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം. മൂസാ നബിയോടൊപ്പം ഖിളിർ നബിയെ പോയപ്പോ ഖിളിർ നബി ചെയ്ത ഒരു പരിപാടി ഉണ്ടല്ലോ, ഇതുപോലെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം. അതാണ് നിങ്ങൾ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. അതായിരിക്കും. കേട്ടോളൂ, ഞാൻ പറയുന്നില്ല, അയാൾ തന്നെ പറയട്ടെ. ഇത് ഏതാ മതം എന്ന് നിങ്ങൾ ചിന്തിക്കണം. വെച്ചുകൊടുക്ക്. ഒരു മുസ്ലിയാര് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസയിലെ കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുക. അയാൾ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. കണ്ടോ, പണ്ഡിത ലോകത്ത് അറിയപ്പെടുന്ന ഈ ഉലമാക്കളൊക്കെ അത്ര വൃത്തികെട്ടവരാണ്. അതുകൊണ്ട് അവരുടെ അരികിലേക്ക് പഠിക്കാൻ പോകുന്ന സുന്നി കുട്ടികളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം. ഇതേതാ തൗഹീദ്? നമുക്ക് തിരിയുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെയൊക്കെ കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമെന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞ ഈ ഭീകരവാദിയെ ഈ രാജ്യത്തുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആളുകൾ അവർ ചെയ്യട്ടെ, അവർ തീരുമാനിക്കട്ടെ ഇയാളെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറയുന്നത്, ഇവർ പറയുന്നത് ഇസ്ലാം ദീനാണോ? ഇതേതാണ് മതം നമുക്കറിയുന്നില്ല. സഹോദരന്മാരെ, ഇതാ ഞാൻ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സേവനം എന്താ? മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കുന്നു എന്നതാണ്. മുജാഹിദ് സാധാരണ പറയാറുണ്ട്, കേരളത്തിൽ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇവിടെ നവോത്ഥാനം ഉണ്ടായത്, മാറ്റങ്ങൾ ഉണ്ടായത്, പുരോഗതികൾ ഉണ്ടായത്, റോഡുണ്ടായത്, പാലമുണ്ടായത്, എയർപോർട്ട് ഉണ്ടായത് എന്നൊക്കെ മുജാഹിദ് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വലിയ മൗലവി പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത് എന്നറിയോ? കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വന്നതിന് ശേഷമാണ് ഇവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അടിവസ്ത്രം ധരിക്കാൻ തുടങ്ങിയത്. അടിവസ്ത്രം എന്ന് പറഞ്ഞാൽ ഷെഡിടാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, മുജാഹിദ് കേരളത്തിൽ വന്നപ്പോഴേക്ക് ഇവിടെ ഷെഡിടാൻ നിർബന്ധിതരായെങ്കിൽ ഞങ്ങളിപ്പോ അതിൽ കുറ്റപ്പെടുത്തുന്നില്ല, അത് നിങ്ങളെ നേട്ടം തന്നെ ആയിക്കോട്ടെ. പക്ഷെ മുജാഹിദ് ചെയ്ത സേവനം അതൊന്നുമല്ല. മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കി എന്നതാണ്. മുജാഹിദുകൾ മൈക്ക് കെട്ടിയാ പറയും, ഞങ്ങൾ അവിടെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ ചെയ്യാത്ത സേവനങ്ങളില്ല. ഒരു മൗലവി ആക്രോശിക്കുന്നത് ഞാൻ പറയുന്നില്ല, അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു തരാം. അയാൾ പറയുന്നു, ഞങ്ങൾ കൈവെക്കാത്ത സ്ഥലങ്ങളില്ല, എല്ലായിടത്തും ഞങ്ങൾ കൈവച്ചിട്ടുണ്ട്. ആ കൈവച്ച സ്ഥലങ്ങൾ ഏതൊക്കെ? മൂപ്പരെന്നെ പറയട്ടെ, ഞാൻ പറയുന്നില്ല. വെച്ചുകൊടുക്കേ. ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്? കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർ കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? ഓഹോ, അറിയും. നിങ്ങൾ കൈവച്ചത് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ കൈവെക്കാത്ത സ്ഥലമില്ലാന്നാ പറഞ്ഞത്. ഒന്നുകൂടി വെച്ചുകൊടുത്തത്, ഞങ്ങൾ കൈവെക്കാത്ത സ്ഥലമില്ല. അത് കേട്ടോളി. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർ കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? അതോ, അപ്പോ ഒരു കൈവച്ച സ്ഥലമാണ് അവിടെ. അങ്ങനെയാണ് അത് അടുപ്പിച്ചത്. ഇത് അവരുടെ പുരോഗതി. ഇന്ന ഇവരുടെ പുരോഗതി അതൊന്നുമല്ല. ഇവർ ചെയ്ത നേട്ടം അതല്ല. മുസ്ലിങ്ങൾ കാഫിറുകളും മുശ്രിക്കുകളുമാക്കി എന്നതാണ്. നിങ്ങൾ നോക്ക്, ഇയാൾ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു സ്ഥലത്ത് മുജാഹിദ് മൗലവി വന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ അവിടെ എല്ലാവരും കൂടി ഉസ്താദിനെ കല്ലെറിയും. മുജാഹിദ് മൗലവിയെ കല്ലെറിയും. ഇയാൾ പറയാണ്, ഞാൻ ഉള്ളത് പറയല്ല, അയാൾ പറഞ്ഞത് പറയാണ്.
അതേ അവസരത്തിൽ പേരോട് വന്ന് പ്രസംഗിച്ചാൽ അയാളെ ജനങ്ങൾ തോളിലേറ്റി അങ്ങനെ കൊണ്ടുപോകും. അവരൊക്കെ കാഫറുകളാകുന്നു. കേട്ടോളൂ, ആള് പറയട്ടെ. ഒരു മുജാഹിദ് പ്രവർത്തകൻ വന്നിട്ട് അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും പ്രസംഗിച്ച പോലെ കല്ലെറിയും. പേരോട് വന്ന് പ്രസംഗിച്ചാലോ ഉസ്താദിനെ തോളിങ്ങനെ ഏറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടു. അല്ല പറയാ ഒരു പരലോകത്തിൽ വിശ്വാസമില്ലാത്ത കാഫറുകളാണ്. അതല്ലേ, അപ്പോഴൊക്കെ അല്ല പറഞ്ഞു കഴിഞ്ഞു. അതാണ് പേരോടിന്റെ തോളിലേറ്റി കൊണ്ടുപോകുമ്പോഴേക്ക് അല്ല പറഞ്ഞു പോലെ കാഫറുകളാകുന്നു. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതാ മുജാഹിദ് പ്രസ്ഥാനം. നിങ്ങൾക്കറിയോ ഇവർ എത്രത്തോളം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, മുജാഹിദ് മൗലവി പ്രസംഗിക്കുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങൾ നിരീശ്വരവാദിയായാലും, നിരീശ്വരവാദി പറഞ്ഞാൽ അള്ളാഹു ഇല്ല എന്ന് പറയുന്ന വർഗം, ആ വിഭാഗത്തിൽ പെട്ടുപോയാലും ശരി, നിങ്ങളാരും സുന്നിയാകരുത്. നിങ്ങൾ നിരീശ്വരവാദിയായാലും ഏതാകരുത്? സുന്നിയാകരുത്. കാരണം നിരീശ്വരവാദിയായാൽ അള്ളാഹു ഇല്ല എന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ടുപോയ ഒരു കുറ്റമുള്ള ഉത്തരം കിട്ടുക, മൂപ്പരെ വിശ്വാസ. പിന്നെ സുന്നിയായ 2 കുറ്റം കിട്ടും. കേട്ടോളൂ, അയാൾ തന്നെ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അള്ളാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. അപ്പൊ കണ്ടോ, APK സുന്നി എല്ലാ 2 ഗ്രൂപ്പും പെട്ടു. ഞാൻ ഗ്രൂപ്പിന്റെ പേരിൽ ആരും മാറിക്കൊന്നും വേണ്ട. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരുടെ അടുത്തേക്ക് വന്നോളി, ഇനി ദൂരെ നിൽക്കൊന്നും വേണ്ട. എല്ലാ സുന്നികളും ഇവർക്ക് കണക്കാ. എല്ലാവരും കാഫറാണ്, മുശ്രിക്കാണ്. ആരും അതിലേറെ നല്ലത് നിരീശ്വരവാദിയാകലാകുന്നു എന്നാ മുജാഹിദ് മൗലവി പറഞ്ഞത്. പിന്നെ നമ്മൾ എന്തിനാ APK എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഈ വിഷയത്തിൽ വഹാബീസത്തിന്റെ അടിക്കല്ല് അടിച്ചു പൊളിച്ച് നിരപ്പാക്കേണ്ടുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. പറയട്ടെ അയാൾ. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. കണ്ടോളികൾ, 2ഉം കൂടി അനുഭവിക്കാനുള്ള ഗുണമാണ് സുന്നിയായാൽ കിട്ടുക. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടി ശിക്ഷയാണ് സുന്നിയായാൽ കിട്ടുക. നിരീശ്വരവാദിയായാൽ അത്ര കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ നിരീശ്വരവാദി ആയിക്കോളി, അതിന് സാധ്യത ഉണ്ട്. പക്ഷേ എന്താകാൻ പറ്റൂല? സുന്നിയാവാൻ പറ്റൂല. ഇതാ മുജാഹിദ് മതം. ഈ മതത്തിൽ വിശ്വസിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? അവർക്ക് മുജാഹിദാവാം, ഖാദിയാനിയാവാം. അവർക്ക് അങ്ങനെ ജീവിച്ച് ചരമഗീതം എഴുതപ്പെടാൻ ഒരു കുഴപ്പമില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം, നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് പറഞ്ഞ ഈ മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല തന്നെ പറയിപ്പിച്ചു. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുന്നിയായിരുന്നു. എങ്ങനെയുണ്ട്? നബി തങ്ങൾ സുന്നിയായിരുന്നു. കേട്ടോളൂ, അയാളെന്നെ പറയട്ടെ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു